നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമാട് US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് ശബരിമല നിയുക്ത മേൽശാന്തി ചാലക്കുടി കൊടകര വാസുപുരം ഏറന്നൂർ മനക്കിൽ പ്രസാദ് നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ പത്നിയുമാണ്. നമസ്കാരം. ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സാധാരണ രീതിയിൽ ഒരു വിധം എല്ലാ പൂജാരിമാർക്കും അവരുടെ ഒരു സ്വപ്നമായിരിക്കാം ഒരു പക്ഷേ ശബരിമലയിലും ഗുരുവായൂരൊക്കെ മേൽശാന്തിയാവുക എന്നുള്ളത്, അല്ലേ? അങ്ങക്ക് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? അതിയായ സന്തോഷം, പൊടിമുടി കയറിയ ഒരവസ്ഥയാണ്. ഇനി അതിൽ പരം ഒരു സന്തോഷം കിട്ടാനില്ല. പൊതുവെ ശാന്തിക്കാരനായി എന്നെ സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം ആണ് ഈ ശബരിമല മേൽശാന്തിയായിട്ട് കിട്ടിയത്. ഞാൻ വളരെ അധികം സന്തുഷ്ടനാണത്. മറ്റേ സന്തോഷം എന്ന് പറഞ്ഞത് പ്രകടിപ്പിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. തീർച്ചയായിട്ടും തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശബരിമല ഇപ്പോൾ എന്നാണ് ചാർജ് എടുക്കാൻ പോകുന്നത്? 16-ാം തീയതി വൈകുന്നേരം എത്തുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ടൈമിങ്ങിനെ കുറിച്ച് എനിക്കറിയില്ല. അതെ അല്ലേ, ഓക്കെ. ഈ വേളയിൽ നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ട പ്രധാനപ്പെട്ട ആളുകളിൽ ഒരു വിഭാഗമാണ് നമ്മുടെ ഗുരുക്കന്മാർ, അല്ലേ? അങ്ങ് എവിടുന്നാണ് പൂജ പഠിച്ചത്? ഞാൻ ആദ്യം മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് പൂജ പഠിച്ചു. മുത്തശ്ശൻ്റെ പേരെന്താ? വാസുദേവ നമ്പൂരി. അച്ഛനും മുത്തശ്ശനുമായിട്ട് അങ്ങനെ പൂജ പഠിപ്പിക്കൽ തുടങ്ങി. അത് കഴിഞ്ഞ് അതിന് ശേഷം കൈമൂക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി, അദ്ദേഹമാണ്. ഞാൻ ഒരുപാട് വൈകിട്ടൊക്കെയാണ്, രാത്രിയാണ് അദ്ദേഹം ഒത്തു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് പഠിപ്പിച്ചേർന്നത്. അദ്ദേഹം അത് വളരെ ത്യാഗം സഹിച്ച് പഠിപ്പിച്ചത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഉറങ്ങേണ്ട സമയത്ത് ഒരു ഔട്ട്സൈഡർ മീൻസ് ഒരു പുറമേയുള്ള ഒരാൾ വന്ന് ഇങ്ങനെ പൂജ പഠിപ്പിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. എന്നാൽ അദ്ദേഹം അത് ഒരു ഗുരു എന്നുള്ള സ്ഥാനത്ത് നിന്ന് വളരെയധികം ഭംഗിയായിട്ട് നിർവഹിച്ചു. അതാണ്, ഓക്കെ. എങ്ങനെ എവിടെയാണ് പഠിച്ചത്? കൈമൂക്കിൽ തന്നെയാണ്. കൈമൂക്കിൽ. ഏതാ സ്കൂളിൻ്റെ പേരെന്താ? ഞാൻ പഠിച്ചതോ ഞാൻ ആദ്യം SNVUPS 7ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞ് 7 മുതൽ 10 വരെ GNBHS കൊടകര, അതിനുശേഷം കേരളോർമയിൽ 2 വർഷം പ്രീ ഡിഗ്രി, അത് കഴിഞ്ഞാൽ ITI ചാലക്കുടി, പിന്നെ അത് കഴിഞ്ഞ് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് ഉയർന്നു, അത് MTAയിൽ. എവിടെയാ ഇപ്പോൾ നിലവിൽ എവിടെയെങ്കിലും പൂജ ചെയ്യുന്നുണ്ടോ? കൊച്ചിൻ ദേവസ്വം ബോർഡിൽ 27 വർഷമായിട്ട് ശാന്തിക്കാരനാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ആറേശ്വരം എന്ന് പറഞ്ഞ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു ചെറിയ മലയുടെ മുകളിൽ തന്നെ ശരിക്കും മലയ്ക്ക് പോകുന്ന ഒരു ചെറിയൊരു ഫീല് ഉണ്ടാവുന്ന ഒരു സ്ഥലം തന്നെയാണ് മലയുടെ മുകളിൽ. ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അടുത്ത ഒരു ഇതിൽ തന്നെയാണ് ശബരിമലയ്ക്ക്. സ്ത്രീകളുടെ ശബരിമല സ്ഥലം എവിടെയാണ്? കൊടകര വാസുപുരം എന്ന് പറയും. ഇല്ലത്തിനടുത്ത് തന്നെയാണ്, 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇല്ലത്തിന്. ഞാനിതൊക്കെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഇതൊരു സന്തോഷമാണ്, അല്ലേ? അതുപോലെ തന്നെ താങ്കളുടെ കുടുംബത്തിലെ ആരെങ്കിലും ശബരിമല മേൽശാന്തിയോ ഗുരുവായൂർ മേൽശാന്തിയോ അങ്ങനെ? ഇല്ല. എൻ്റെ ഇല്ലത്ത് ഒരു മുത്തപ്പൻ ചോറ്റാനിക്കര മേൽശാന്തിയുണ്ട്. പിന്നെ ഞാൻ ചോറ്റാനിക്കര ഒരു 3 തവണ മേൽശാന്തി ആയിട്ടിരുന്നുണ്ട് കീഴ്ക്കാവിൽ. പിന്നെ പരക്കാട്ട് ഈ കാവശ്ശേരി തന്ത്രി കൂടിയാണ്. പിന്നെ എടത്രക്കാവ്, കാഞ്ഞിരപ്പള്ളി, ആറേശ്വരം, അങ്ങനെ കുറച്ച് അമ്പലങ്ങളിൽ തന്ത്രത്തിനും പോകാറുണ്ട്. അതാരും ഇല്ലാണ്ട് താന്ത്രിക വിഷയം എന്ന് പറഞ്ഞാൽ ആരും കഴിക്കാനില്ലാത്ത അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുള്ളൂല്ലോ. അതുകൊണ്ട് സ്ഥിരം ശാന്തിക്കാരനാണെങ്കിൽ വയറൊന്നിനും പോലും പറ്റില്ല. എന്നും മുട്ട് ശാന്തിക്ക് ഒരാളെ വെച്ച് പോലും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. ശബരിമല മേൽശാന്തിയായിട്ട് ഇപ്പോൾ നമ്മൾ ചാർജ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു, അതായത് ഇനിയിപ്പോൾ അവിടെ എന്താ പറയുക, ഒരു പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് പോവുകയാണല്ലോ, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ വിശ്വാസികൾ മലയാളികൾ മാത്രമല്ല, അല്ലേ? ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. നമുക്ക് ആ സമയത്ത് തോന്നുന്ന ഒരു കാര്യം എന്താ മൊത്തത്തിൽ ഇതൊരു വലിയൊരു അംഗീകാരം തന്നെയാണ്. കാരണം ലോകത്തിൻ്റെ കൊടുമുടിയിൽ അതായത് അത്രയും വലിയൊരു സ്ഥാനത്തേക്കാണ് എത്തിയത്. ഞാനും ഇത്രയും കാലം ശബരിമലയ്ക്ക് വർഷം പോകാറുണ്ട്. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഭക്തരും പോകുന്ന പോലെ തൊഴുതൊഴുകി പോകുക എന്നല്ലാണ്ട് ഒരു നിമിഷം പോലും അവിടെ നിന്ന് കാണാനോ അങ്ങനെയൊന്നും എനിക്കിതുവരെ പറ്റിയിട്ടില്ല. ഈ മേൽശാന്തി കിട്ടി ആദ്യത്തെ തൊഴാൻ പോയപ്പോഴാണ് കുറച്ചധികം നേരം നിന്നത്. അപ്പോൾ ശരിക്കും കരച്ചിലോ എന്താ മനസ്സ് ഫുൾ ബ്ലാങ്കായി ചിന്തിക്കാൻ പറ്റില്ല ആ ഒരു വികാരം, അല്ലേ? ഇനിയിപ്പോൾ ഈ ഒരു മേൽശാന്തിയായി എന്നെ ഇത്രയും അധികം ജനങ്ങൾ ഇങ്ങനെ കാണുന്നിടത്ത് മുഴുവൻ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഇത്ര അധികമൊക്കെ അതിനുള്ള ആളുണ്ടോയെന്ന്.
കാണുന്ന ഒരുപാട് ആൾക്കാർ കാല് തൊട്ട് വന്നിക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനത്തെയൊക്കെ പോലത്തെ ഒരു ഇത് കാണുമ്പോഴേ വളരെയധികം സന്തോഷം. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ. ഞാൻ ഇങ്ങനെ ഒരു പൊസിഷനാണെന്ന് ഒരിക്കലും ധരിച്ചേർന്നില്ല. അയ്യപ്പൻ്റെ അനുഗ്രഹം. ഇനിയിപ്പോൾ എന്താ, എല്ലാവർക്കും അകലെ നിന്ന് തൊഴാൻ പറ്റണത് എനിക്ക് അടുത്ത് നിന്ന് അങ്ങനെ ഭഗവാനെ തൊട്ട് ലാളിക്കാൻ പറ്റിയ പറഞ്ഞാൽ അതിലപ്പുറം എന്താ ഉള്ളത്? ഓക്കെ. ഫാമിലി അല്ലേ? ഫാമിലി എങ്ങനെയൊക്കെയാണ്? അതൊക്കെയാണ്. രജില, ഞാനും ഭാര്യയും 2 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. വൈഫിൻ്റെ പേര് രജില. ആലങ്കോട് പെരുമ്പള്ളി ആണ് മനക്കിലാണ് അല്ലേ? മൂത്താള് +2 പഠിക്കുന്നു, അച്യുത് ദാമോദർ. രണ്ടാമത്തെ ആൾ അനുജ് കൃഷ്ണൻ. 2 കുട്ടികൾ. അവർ ഏതൊക്കെ സ്കൂളിലാണ് പഠിക്കുന്നത്? ഒരാൾ RMHS ആളൂര് ബയോമാത്സ് ആണ് മൂത്താള്. രണ്ടാമത്തെ ആള് 6ാം ക്ലാസ്സിൽ സെൻറ് ജോസഫ് ആളൂർ അല്ലേ? ഇതൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ? അപ്പോൾ എന്തായാലും ഈ ശബരിമല മേൽശാന്തി പോലെയുള്ള ഒരു എന്താ പറയുക, ഈശ്വരൻ്റെ ഒരു നമ്മുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആളുടെ കൂടെ നമുക്ക് ഇത്ര നേരം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഗുരുവായൂർ മേൽശാന്തിമാരെ 10 പേരെന്നെ ഇൻ്റർവ്യൂ ചെയ്തത് നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ തന്നെ ശബരിമല മേൽശാന്തി ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. എന്തായാലും ഇത്രയും നേരം US മീഡിയ ന്യൂസിന് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച അങ്ങയ്ക്കും പത്നിക്കും നന്ദി. വളരെയധികം സന്തോഷം. സ്വാമിയെ ശരണമായും. പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ MBA അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, VLSI, ചിപ്പ് മാനുഫാക്ചറിംഗ്, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ഹൈടെക് ക്ലാസുകൾ, അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ്. ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, വാവന്നൂർ, പട്ടാമ്പി, പാലക്കാട്.